പ്രിയമുള്ളവരെ, ഞാൻ സംസാരിക്കുന്നത് വല്ലാത്ത മൗനത്തെക്കുറിച്ചാണ്. അപകടകരമായ മൗനം. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പ്രതിപക്ഷം, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെ മൗനം വളരെ അപകടകരമാണ് എന്ന് പറയാൻ. എൻ്റെ ഈ വീഡിയോയിൽ വന്നിട്ട് രാഷ്ട്രീയം നോക്കി കമൻ്റ് ഇടുന്ന മുസ്ലിം പ്രൊഫൈലുകളോട് പറയാനുള്ളത്, ഒന്ന് ചിന്തിക്കുക. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വായിക്കുന്നുണ്ട്. അല്ലാതെ ഞാൻ എൻ്റെ സ്വന്തം പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എനിക്ക് അനുഭവിച്ച ദുരനുഭവങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി വന്ന ഒരാളല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, മൂന്നാമത്തെ മോദി സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് ഈ രാജ്യത്ത് എന്തൊക്കെ നടമാടിക്കൊണ്ടിരിക്കും. കൊലപാതകങ്ങളും ബുൾഡോസർ രാജ്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടിച്ചു നിരത്തലുകൾ നടന്നുകൊണ്ടിരിക്കുക, തല്ലിക്കൊലകൾ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ കമൻ്റ് ഇടുന്നതിൻ്റെ മുമ്പ് ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ വായിക്കാം. ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡ് നഗരത്തിൽ BJPക്കെതിരെ പ്രവർത്തിച്ചു എന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിം പണ്ഡിതരെ തലക്കടിച്ചു കൊലപ്പെടുത്തി. പശുക്കടത്ത് ആരോപിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിൽ UP സ്വദേശികളായ 3 മുസ്ലിം യുവാക്കളെ തല്ലിക്കൊന്നു. ബലിപെരുന്നാൾ ദിനത്തിൽ ബലിയെറുക്കാനായി പശുക്കളെ കടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് തെലുങ്കാനയിലെ മേദക്കിൽ സംഘപരിവാർ അനുകൂലികൾ കലാപം അയച്ചുവിട്ടു. ബീഫ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു എന്ന് ആരോപിച്ച് മധ്യപ്രദേശിൽ 11 വീടുകൾ പൊളിച്ചു നീക്കി. UPയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ അക്ബർ നഗറിൽ 9 ദിവസം കൊണ്ട് 1200-ലധികം കെട്ടിടങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കി. ന്യൂഡൽഹിയിലെ ഹസ്രത്ത് നിസാമുദ്ദീൻ സാരായ് ഖാലേഖാനിൽ സ്ഥിതി ചെയ്യുന്ന ഫൈസിയാബ് മസ്ജിദും മദ്രസയും പൊളിച്ചു മാറ്റാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഇതിപ്പോൾ ഈ കാലയളവിൽ നടന്നതാ, അങ്ങോട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പില്ല കേസല്ല. എന്നാൽ ഇങ്ങനെ ഇടിച്ചു നിരത്തലും കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോൾ മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരാണ്, അവരെങ്ങനെ അന്യായമായി ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന് പറയാനുള്ളൊരു ആർജവം രാഹുൽ ഗാന്ധിക്കോ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട പ്രതിപക്ഷങ്ങൾക്കോ കഴിയണില്ലല്ലോ. ആ മൗനത്തെയാണ് നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എവിടെ പോയി? ഏറ്റവും വലിയ സംഗതി എന്താണെന്നറിയോ? അതിലെ ഏറ്റവും വലിയ നമ്മളെ ഭയപ്പെടുത്തുന്നൊരു കാര്യം, അതായത് മോദി സർക്കാരിൻ്റെ 2 ആഴ്ച കാലത്തെ ഭരണവൈകല്യങ്ങളുടെ ലിസ്റ്റിൽ പോലും കോൺഗ്രസ് ഈ കാര്യങ്ങൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നില്ല. ഇതൊന്നൊരു വിഷയമല്ല എന്നുള്ളതല്ല അതിൻ്റെ കൂട്ടരതിൻ്റെ ഒരു അർത്ഥം. ഇതൊന്നൊരു പ്രശ്നമാക്കി എടുക്കണ്ട എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവരുടെയൊക്കെ മനോഭാവം എന്നുള്ളതാണ്. പ്രതിപക്ഷ പാർട്ടികളല്ലേ, ഇന്ത്യ മുന്നണിയെ അങ്ങനെയല്ലേ എല്ലാ ആളുകളും വിജയിപ്പിച്ചിട്ട് മോദി ഭരണത്തിൻ്റെ ഇത്തരം പ്രയാസകരമായ അവസ്ഥകൾക്കെതിരെ നിൽക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ തന്നെയല്ലേ ഇവർ സമൂഹത്തിൽ നിന്ന് വോട്ട് നേടിപ്പോയിട്ടുള്ളത്, വിശ്വാസത്തിൽ സമൂഹം എടുത്തിട്ടുള്ളത്. മാത്രമല്ല, നിങ്ങൾക്കറിയാലോ, തെരഞ്ഞെടുപ്പിൻ്റെ വേളയിലും അവിടെ സത്യപ്രതിജ്ഞ ചൊല്ലുമ്പോഴൊക്കെ ഉയർത്തിപ്പിടിച്ചത് ഇന്ത്യൻ ഭരണഘടനയാണ്, രാഹുൽ ഗാന്ധി അടക്കം. ആ ഉയർത്തിപ്പിടിച്ചതിൽ അല്പമെങ്കിലും അതിന് ആ ഉയർത്തിപ്പിടിച്ചതിനോടൊരു പ്രതിബദ്ധത, സമൂഹത്തിനോടൊരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ, കളങ്കമില്ലെങ്കിൽ ഈ സംഗതി ഇതിൽ ഒരു പ്രമേയം പോലെ ചെയ്തു ചേർക്കാൻ എങ്കിലും ഇവർ ശ്രമിക്കൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, വളരെ ദയനീയമായൊരവസ്ഥ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, വല്ലാത്ത ഒരു മൗനമാണ് ഈ ഇന്ത്യ മുന്നണിക്കും രാഹുൽ ഗാന്ധിക്കും ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ളൊരു വേട്ടക്കെതിരെ കാമാന്നൊരക്ഷരം മിണ്ടുന്നില്ലല്ലോ. എവിടെയാണ് പ്രതിപക്ഷ MP-മാരെവിടെ? എന്താണ് ഇതിൽ ഇവരുടെ നിലപാടെന്താണ്? ഈ രീതിയിൽ മൗനം വല്ലാത്തൊരു അപകടമാണ്. നമുക്കിങ്ങനെ പരസ്പരം കമൻ്റ് ഇട്ടിട്ട് സ്വന്തം രാഷ്ട്രീയം എന്ത് മൗനം സംഭവിച്ചാലും ആ രീതിയിലൊക്കെ കമൻ്റ് ഇട്ട് അത്തരത്തിൽ പറയുന്ന ആളുകളെ തോൽപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ താൽക്കാലികമായ ഒരു സമാധാനം ഉണ്ടാവും. ഇതിൻ്റെ പേഴ്സണൽ വിഷയങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളല്ല. ഈ നാട്ടിൽ വന്ന പത്രങ്ങളിലൂടെ വന്ന വാർത്തകളും കാര്യങ്ങളാണ്. നിങ്ങളൊക്കെ ഇതൊക്കെ കണ്ടിട്ടില്ലേ? ആ വന്നതിനെ, അതായത് ഭരണവൈകല്യമായിട്ട് പോലും ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല, അതിന് തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഈ മൗനത്തിൻ്റെ എത്ര വലിയ അപകടകരമായ ഒരു സംഗതിയിലൂടെയാണ് ഈ പറയുന്ന ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പ്രതിപക്ഷം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? അതാണ് ഇവിടെ സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. ശക്തമായ ഇടപെടലുകളും ശക്തമായ രീതിയിൽ അവർക്ക് വേണ്ടി ആ ആക്രമിക്കപ്പെട്ട നിരപരാധികളായ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ടത് അനിവാര്യമാണ്. അവിടെയാണ് ഇന്ത്യയുടെ പ്രതീക്ഷ, അവിടെയാണ് ഉയർത്തിപ്പിടിച്ച ഭരണഘടനയ്ക്കുള്ള അതിൻ്റെ അന്തസ്സ്, അവിടെയാണ് അതിൻ്റെ മൂല്യം.
അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഇനി നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞോളി, ഞാൻ പറഞ്ഞതൊക്കെ നുണയാണ് എന്നൊക്കെ നിങ്ങൾക്ക് രാഷ്ട്രീയം രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയാം. പക്ഷേ അതിനേക്കാൾ അപ്പുറത്താണ് അപകടകരമായ ഈ മൗനം. ഇത് ഭീരുത്വമാണ്. ഇത് ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ വളരെ പരിതാപകരമായിരിക്കും കാര്യം എന്നുള്ളതിലൊരു തർക്കവും ആർക്കും വേണ്ട എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.